ഹായ് ഫ്രണ്ട്സ്, തമ്പനയിൽ കണ്ടതുപോലെ കല്ലുകൊണ്ട് നമുക്കിന്നൊരു കല്ലുമാല ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിലയുള്ള കല്ലുകളൊന്നുമല്ല. സാധാരണ ഇത് നല്ല വിലയുള്ള കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു പെബിള് ആണ് എടുത്തിട്ടുള്ളത്. അക്വേറിയത്തിലൊക്കെ ഇടുന്ന ആ പെബിളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നൈലോൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നൈലോൺ ത്രെഡ് ഒരേപോലെയുള്ള 3 പീസാക്കി കട്ട് ചെയ്യുക. ഒരു ത്രെഡ് തന്നെ നമ്മൾ മടക്കിയാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള നീളത്തിൽ വേണം എടുക്കാൻ. അതുപോലെ നമ്മുടെ നെക്കിന് അതുപോലെ നമുക്ക് എത്ര ഇറക്കം വേണോ അതനുസരിച്ചിട്ട് നമ്മൾ ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ വില കൂടിയ കല്ലുകൾ വേണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ള കല്ലുകൾ, അതുപോലെ ഭംഗിയുള്ള ബീഡ്സുകൾ, അതുപോലെ നല്ല ഷേപ്പൊക്കെ ഉള്ള ഈ വുഡൻ്റെ പീസുകൾ, അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ത്രെഡിൽ ചെയ്തെടുക്കാവുന്നതാണ്. കടൽ തീരത്തൊക്കെ പോകുമ്പോൾ, അതുപോലെ ആറ്റിലൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കല്ലുകൾ കിട്ടില്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രകൃതി കാണുന്ന എന്തിനേയും നമുക്ക് ഇതുപോലെ ജ്വല്ലറി ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പരീക്ഷണങ്ങൾ നിങ്ങൾ തുടരുക. നല്ല നല്ല ഭംഗിയുള്ള ജ്വല്ലേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിടുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വെറൈറ്റി ജ്വല്ലേഴ്സിൻ്റെ വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ് വീഡിയോസുകളിൽ ഏതെങ്കിലും ജ്വല്ലറീസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും പുതിയ പുതിയ ഇതുപോലെയുള്ള വീഡിയോസുകളുമായി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.